റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തൃശൂരിൽ നവജാത ശിശുക്കളെ കൊന്ന കേസിലെ പ്രതി ബവിന്റെ ഫോൺ തല്ലിത്തകർത്തതായി പോലീസിന് വിവരം. ഫോൺ കണ്ടെടുത്ത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ആദ്യത്തെ കുഞ്ഞിന്റെ പടവും വീഡിയോയും ഫോണിൽ ഉണ്ടായിരുന്നതായി ബവിൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അനീഷയുമായുള്ള വഴക്കിനിടെയായിരുന്നു ബവിൻ ഫോൺ തല്ലിപ്പൊട്ടിച്ചത്. ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ബവിൻ ഇങ്ങനെ നിരന്തരം തങ്ങൾക്കെതിരെയുള്ള തെളിവുകൾ പോലീസിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? ഈ കേസ് തന്നെ ഒരുപക്ഷെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടില്ലായിരുന്നു. ബവിൻ കാമുകിയുമായിട്ട് പിണങ്ങിയില്ലായിരുന്നെങ്കിൽ, പോലീസ് സ്റ്റേഷനിൽ ഈ പറയുന്ന ബാഗുമായിട്ട് എത്തിയില്ലായിരുന്നെങ്കിൽ. ഇപ്പോൾ വീണ്ടും കൂടുതൽ തെളിവുകൾ കൊടുക്കുന്നുണ്ടോ ബവിൻ? അരുൺകുമാർ, ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ തെളിവുകളും ഇപ്പോൾ ബവിൻ തന്നെ പോലീസിന് കൈമാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മിനിഞ്ഞാന്ന് രാത്രി പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി ഈ അസ്ഥികൾ കൈമാറിയിരുന്നതാണ്. അതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറുകയും ചെയ്തിരുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട മൊഴി കൂടി ബവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് പ്രതി ബവിന്റെ ഫോൺ തല്ലിത്തകർത്തിരിക്കുന്നത് ആദ്യത്തെ കുഞ്ഞ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബവിന്റെ മൊഴി. ഫോൺ എറിഞ്ഞുടഞ്ഞ് ശരൺ തുടരാം. എനിക്കൊന്നും ചെറിയ ശബ്ദ തടസ്സമുണ്ട്. തുടരാവുന്നതാണ് ശരൺ. അരുൺകുമാർ, അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2 കൊലപാതകങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതിൽ ആദ്യ കൊലപാതകത്തിന്റെ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് വലിയ പ്രായോഗിക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 2021 നടന്ന കൊലപാതകം 4 വർഷങ്ങൾക്കിപ്പുറം അത് തെളിയിച്ചെടുക്കുക, അതിന്റെ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് വെല്ലുവിളി നിറഞ്ഞൊരു കേസ് കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ ഏറ്റവും പ്രധാനമായി മാറുന്നത് ഈ പ്രതി ബവിന്റെ മൊബൈൽ ഫോൺ ആണ്. അതായത് മൊബൈൽ ഫോൺ തകർത്തു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. പക്ഷേ ഈ മൊബൈൽ ഫോൺ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത് ഇതിൽ ആദ്യ കുഞ്ഞിന്റെ പടവും വീഡിയോയും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. എന്തായാലും ഈ ഫോൺ കണ്ടെടുക്കാനുള്ള നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇത് കണ്ടെടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ പടവും വീഡിയോ ഒക്കെ തന്നെ പോലീസിന് ലഭിക്കും. എന്തായാലും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ, അങ്ങനെ ഫോൺ കണ്ടെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇയാൾ തന്നെ പറഞ്ഞിരിക്കുന്നത് ഫോൺ താൻ എറിഞ്ഞൊടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് അനീഷയുമായിട്ടുള്ള വഴക്കിനിടെയാണെന്നുള്ളതാണ്. നേരത്തെ തന്നെ നമുക്ക് ലഭിച്ചിരുന്ന വിവരമാണ്. അതായത് ഈ ബവിൻ ഈ അനീഷ മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ള കാര്യം ബവിൻ അറിഞ്ഞിരുന്നതാണ്. ആ വിവാഹം മുടക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ കൊലപാതകം സംബന്ധിച്ചുള്ള കാര്യം പോലീസിനെ അറിയിക്കാൻ തീരുമാനിച്ചിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ പ്രധാനമായും ബവിന്റെ മൊബൈൽ ഫോൺ സംബന്ധിച്ച്, അതായത് മൊബൈൽ ഫോണിൽ ഈ കുഞ്ഞിന്റെ പടവും വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇയാൾ തന്നെ പോലീസിന് മൊഴിയായി നൽകിയിരിക്കുന്നത്. ഓക്കെ, ശരി, താങ്ക് യു. ഇപ്പോൾ ശരണാണ് വിവരങ്ങൾ നൽകിയത്. എന്താ അല്ലേ, പോലീസ് സ്റ്റേഷനിൽ പോയി സ്വയം തെളിവ് കൊടുക്കുക എന്ന് പറയുന്നതാണ് ബവിൻ ഇപ്പോൾ ശീലമാക്കിയിരിക്കുന്നത്. നിരന്തരം തെളിവുകൾ കൊടുക്കുന്നു, പോലീസ് അതെല്ലാം കണ്ടെത്തുകയും ചെയ്യുന്നു. ഒരു പ്രണയം ഒരു ദുരന്തത്തിൽ കലാശിച്ചത് എങ്ങനെയാണ് എന്നാണ്. അവൾ പ്രണയിച്ചു തുടങ്ങുന്ന സമയത്ത് 4 വർഷം മുമ്പ് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പക്ഷേ ഇപ്പോൾ എത്തുന്നത് ഒരു ദുരന്തത്തിലാണ്, ഒരു കൊലപാതകത്തിലാണ്. ഒന്നല്ല, ഇരട്ട കൊലപാതകങ്ങളാണ് രണ്ടും കൂടി ചെയ്തിരിക്കുന്നത്. കുറച്ചു കാലം ജയിലിൽ കിടക്കാനുള്ള വകുപ്പായിട്ടുണ്ട്.